ഡിയർ സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട കുട്ടികളെ, 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട 3 ക്ലാസ്സുകളാണ് ഇതുവരെ നടന്നത്. ഇന്നത്തെ ക്ലാസ് 4ാമത്തെ ക്ലാസ്. വിക്ടേഴ്സ് ചാനലിലെ 4ാമത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്ത റിവ്യൂ ക്ലാസ്സാണ് ഇന്നിവിടെ എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫ്ലൂയിഡ്, എന്താണ് ബോയൻസി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡിലെ പുതിയൊരു പാർട്ട്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. ആ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് നമ്മൾ ആ പ്രിൻസിപ്പിളിലേക്ക് എത്തുന്നത്. നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ബോയൻസി ഓഫ് എ സ്റ്റോൺ ആൻഡ് എൻ അയൺ ബ്ലോക്ക് ഇൻ വാട്ടർ. യൂസിങ് ഓവർഫ്ലോയിങ് ജാർ, ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് വാട്ടർ ദേ ഹാവ് ഡിസ്പ്ലേസ്ഡ്. യൂസിങ് സ്പ്രിംഗ് ബാലൻസ്, ഫൈൻഡ് ഔട്ട് ദ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഓവർ ഹെഡഡ്. ടാബുലേറ്റ് ദ റിസൾട്ട് ഇൻ ദ ടേബിൾ 1.5. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ്. ആ ടേബിള് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നമ്മളിവിടെ ഒരു അയൺ ബ്ലോക്കും അതുപോലെ തന്നെ സ്റ്റോണും എടുക്കുന്നു. ഇത് ഒരു ഓവർഫ്ലോയിങ് ജാറിലേക്ക് നമ്മളിതിനെ താഴ്ത്തുകയാണ്. ആ സമയത്ത് അതിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് വാട്ടർ ദേ ഹാവ് ഡിസ്പ്ലേസ്ഡ്. അപ്പം ആ പുറത്തേക്ക് ഒഴുകിയ വെള്ളത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ് ഫൈൻഡ് ഔട്ട് ദ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഓവർഫ്ലോഡ്. അതായത് പുറത്തു പോയ വെള്ളത്തിൻ്റെ ഭാരവും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓവർഫ്ലോയിങ് ജാറുണ്ട്, സ്പ്രിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോണും നമ്മുടെ അയൺ ബ്ലോക്കും. നോക്കാം നമുക്ക് ആ ടേബിൾ എങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്ന്. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ വാല്യൂസാണ് ഈ ടേബിളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് അയൺ ബ്ലോക്കും സ്റ്റോണുമാണ്. വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ഇയർ, അതായത് അത് എയറിൽ വെച്ചപ്പം അതിൻ്റെ വെയ്റ്റ് എത്രയാണ്. അതായത് അയൺ ബ്ലോക്ക് 1.25 ന്യൂട്ടനാണ്, സ്റ്റോണിൻ്റേത് 2 ന്യൂട്ടനുമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ അയൺ ബ്ലോക്കിനെ എടുത്ത് വെള്ളത്തിലിടുകയാണ്. അപ്പം വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ വാട്ടറിലുള്ള അതിൻ്റെ വെയ്റ്റ്, വാട്ടറിൽ ഉണ്ടായിരിക്കുന്ന സമയത്തുള്ള അതിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അതിനെ നോക്കുന്ന സമയത്ത് അയൺ ബ്ലോക്കിന് 1 ന്യൂട്ടനും സ്റ്റോണിന് 1.5 ന്യൂട്ടനാണ്. ഇവിടെ വെയ്റ്റ് കണ്ടോ നിങ്ങൾ, കുറഞ്ഞത് 1.25 ഉള്ളത് 1 ആയി മാറി, 2 ന്യൂട്ടൺ ഉള്ളത് 1.5 ആയി മാറി. ഇവിടെ കുറച്ച് വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. യെസ്, നമുക്ക് ആ ലോസ് ഓഫ് വെയ്റ്റ് എത്രയാണ് കുറവുണ്ടായി നോക്കാം. അതായത് 1.25 നിന്ന് 1 കുറഞ്ഞു. അപ്പോൾ അത് 0.25 ന്യൂട്ടൺ കിട്ടി. അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ കേസിൽ 2 - 1.5 0.50 ന്യൂട്ടൺ കിട്ടി. അപ്പം ഈ വെയ്റ്റ് ഓഫ് ലോസിനെയായിരുന്നു നമ്മൾ ബോയൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വെയ്റ്റ് ഓഫ് ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോയൻസി. ഇനി വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഓവർഫ്ലോഡ്, ഇതിൽ നിന്ന് പുറത്തുപോയ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഇതേപോലെ തന്നെ കണ്ടുപിടിച്ചാൽ, നമ്മൾ അയൺ ബ്ലോക്കിൻ്റെ കേസിൽ അവിടെ 0.75 ഉള്ളത് 0.50, അതായത് 0.25 ന്യൂട്ടൺ തന്നെയാണ് ഓവർഫ്ലോ ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ കേസിൽ 1 ന്യൂട്ടൺ ഉള്ളത് 0.50 ആയി കുറഞ്ഞു. അപ്പോൾ അത് എത്രയാണ് കിട്ടിയത്, 0.50 ന്യൂട്ടനാണ് കിട്ടിയത്. അപ്പോൾ ഈ 2 കേസിലും അതായത് എത്രയാണോ ബോയൻസി കിട്ടിയത് ആ ആൻസർ തന്നെയാണ് വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഓവർഫ്ലോഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യം. അതായത് ലോസ് ഓഫ് വെയ്റ്റ്, അതിനെ നമ്മൾ എയറിലും വാട്ടറിലും വെച്ച് തൂക്കി നോക്കിയപ്പം ഉണ്ടായ ഡിഫറൻസ്, അതായത് ബോയൻസി വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്നതിന് ഈക്വലാണ്. അപ്പോൾ 2 കേസിലും ഈ ബോയൻസി അല്ലെങ്കിൽ ലോസ് ഓഫ് വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്നത് ഈക്വലാണെന്ന് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പരീക്ഷണം നിങ്ങൾക്ക് ലൈവായി കാണാൻ ആ ക്ലാസ് ഒന്നുകൂടി കണ്ടാൽ മതി. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ടേബിള് യൂസ് ചെയ്തിട്ട് നമുക്ക് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അനലൈസ് ദ ടേബിൾ 1.5 ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ ലോസ് ഓഫ് വെയ്റ്റ്, ബോയൻസി ഓഫ് ദ സ്റ്റോൺ ഇൻ വാട്ടർ? 0.50 ന്യൂട്ടൺ.
Then what is the relation between buoyancy experienced by the stone and the weight of the water displaced by it? അതായത് നമ്മുടെ സ്റ്റോണ് ഉണ്ടായ ബോയൻസിയും അതുപോലെ തന്നെ അത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ അളവും തമ്മിൽ എന്താണ് റിലേഷൻ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ മനസ്സിലാവും ബോയൻസി വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തതിന് ഈക്വലാണ്. ബോയൻസി വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തതിന് ഈക്വലാണ്. കാരണം 0.50 ന്യൂട്ടനാണ് ബോയൻസി, 0.50 ന്യൂട്ടനാണ് വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ബോയൻസിയും വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡും ഈക്വലാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ അയൺ ബ്ലോക്ക് ആൻഡ് ദ വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇൻ ഇറ്റ്? ഇൻ ദ കേസ് ഓഫ് അയൺ ബോക്സ്, നേരത്തെ നമ്മൾ സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ നമ്മൾ അയൺ ബോക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ കേസിലും എന്താണ്, ബോയൻസി വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈക്വലാണ്. ഈക്വൽ അല്ലേ? നിങ്ങൾ നേരത്തെ ടേബിൾ കണ്ടല്ലോ. അയൺ ബോക്സിൻ്റെ കേസ് എടുത്താലും അതുപോലെ തന്നെ നമ്മളെ സ്റ്റോണിൻ്റെ കേസ് എടുത്താലും രണ്ട് കേസിലും ബോയൻസി വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈക്വലാണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദിസ്? ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ഒരു നിഗമനത്തിലെത്താൻ പറ്റും? യെസ്, ബോയൻസി ദാറ്റ് ഓഫ് എ ലിക്വിഡ് എക്സേർട്ട് ഓൺ എൻ ഒബ്ജെക്റ്റ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ബോയൻസി ദാറ്റ് എ ലിക്വിഡ്, ആ ലിക്വിഡിൻ്റെ ബോയൻസി എക്സേർട്ടഡ് ഓൺ എൻ ഒബ്ജെക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ പ്രയോഗിക്കുന്ന ബോയൻസി ഈസ് ഈക്വൽ ടു, അത് ഈക്വൽ ആണ് എന്തിന്? ദെൻ ദ വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. എത്ര വാട്ടറാണോ അത് ഡിസ്പ്ലേസ് ചെയ്യുന്നത് ആ വാട്ടറിന് ഈക്വലാണ് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആ ലിക്വിഡ് പ്രയോഗിക്കുന്ന ബോയൻസി. ദ ബോയൻസി ദാറ്റ് എ ലിക്വിഡ് എക്സേർട്ട് ഓൺ എൻ ഒബ്ജെക്റ്റ്, ദ ബോയൻസി ദാറ്റ് എ ലിക്വിഡ് എക്സേർട്ട് ഓൺ എൻ ഒബ്ജെക്റ്റ് ഈസ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. യെസ്, ഇതാണ് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, ബോയൻസിയും വാട്ടർ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയ്റ്റും ഈക്വൽ എന്നാണ്. അപ്പം ഇതൊരു ഡെഫിനിഷനാക്കി എഴുതിയാൽ നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലെത്താം. ഓക്കെ, യെസ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് partially or completely in a fluid. When an object is immersed partially or completely in a fluid, the buoyancy experienced by it, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. ഇത്രയേ ഉള്ളൂ എന്ത്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. When an object immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. ഒരു ഒബ്ജക്റ്റ് ഭാഗികമായോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ ഒരു ലിക്വിഡിൽ മുങ്ങിയിരിക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് ഇമ്മേഴ്സ്ഡ് ആണ്. ദ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഈ ലിക്വിഡ് ഒരു ബോയൻസി, ഒരു അപ്വേർഡ് ഫോഴ്സ് ബോയൻസി കൊടുക്കുന്ന ഉറപ്പാണല്ലോ. യെസ്, ദെൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ആ ബോയൻസി എന്തിന് ഈക്വലാണ്, വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഈ ഒബ്ജക്റ്റ് ഈ വാട്ടറിൽ അല്ലെങ്കിൽ ലിക്വിഡിൽ വന്നപ്പം കുറച്ച് ലിക്വിഡ് പുറത്തു പോയിട്ടുണ്ടല്ലോ, ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയ്റ്റിന് അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന് ഈക്വലാണ്. ഇതാണ് എന്ത് പറയുന്നത്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. അത്രയും സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൊടുക്കുന്ന ബോയൻസിക്ക് ഈക്വലാണ് ആ ഒബ്ജക്റ്റ് ഈ ലിക്വിഡിൽ അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിൽ വന്നപ്പം പുറത്തേക്ക് ഒഴുകിയ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ വെയ്റ്റിന്. ഓക്കെ, when an object is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. Okay,
അപ്പം ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ 2-3 പ്രാവശ്യം നോക്കി വായിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ നോക്കി വായിച്ച സാധനം ഒരു വട്ടം നോക്കാതെ ഒന്ന് എഴുതി നോക്കുക. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത്രയും സിമ്പിളാണ്. അപ്പോൾ 2 വട്ടം എഴുതി പഠിച്ചാൽ ഉറപ്പായിട്ടും മറന്നു പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. Yes, when an object is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. Okay? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. അതാണ് ഫ്ലോട്ടേഷൻ. അപ്പോൾ എന്താണ് ഫ്ലോട്ടേഷൻ? ഫ്ലോട്ടേഷൻ എന്താ നിങ്ങൾക്കറിയാം, പൊങ്ങിക്കിടക്കുക എന്നുള്ളൊരു സംഭവമാണ്. അതെന്താണ്, എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഇവിടെ ചെറിയൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഫ്ലോട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, find out the buoyancy on a piece of wood in water. Using a overflowing jar, find out the volume of water they have displaced. Using a spring balance, find out the weight of water overflowed. Tabulate the result. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പീസ് ഓഫ് വുഡ് ഇൻ വാട്ടറാണ്, നമ്മൾ ഓവർഫ്ലോയിങ് ജാർ എടുക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് വാട്ടർ ദ ഡിസ്പ്ലേസ്ഡ്, എത്ര വെള്ളം പുറത്തു പോകുന്നുണ്ടെന്നുള്ള അതിൻ്റെ അളവെടുക്കുന്നുണ്ട്. ദെൻ യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ് ഫൈൻഡ് ഔട്ട് ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഓവർഫ്ലോഡ്. ടാബ്ലേറ്റ് ദ ടേബിൾ റിസൾട്ട്സ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരൊറ്റ ഒബ്ജക്റ്റേ ഉള്ളൂ, അത് വുഡാണ്. വെയിറ്റ് ഇൻ എയർ 0.25 ആണ്. വെയിറ്റ് ഇൻ വാട്ടർ 0 ന്യൂട്ടൺ. വെയിറ്റ് ഇൻ വാട്ടർ എത്രയാണ്? 0 ന്യൂട്ടൺ ആണ്. ദെൻ ബോയൻസിയോ 0.25 മൈനസ് 0. ദെൻ ബോയൻസി ഈസ് ഈക്വൽ ടു 0.25 ന്യൂട്ടൺ. അതായത് വെയിറ്റ് ഇൻ എയർ തന്നെയാണ് ഇവിടെ ബോയൻസി. വെയിറ്റ് ഇൻ എയർ തന്നെയാണ് ഇവിടെ എന്ത്? ബോയൻസി. ഓക്കെ, ദെൻ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് 0.75 to 0.50. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25 ന്യൂട്ടൺ. ഇവിടെ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ അളവും എത്രയാണ്? 0.25 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് സെയിമായി വരുന്നത്? വെയിറ്റ് ഇൻ എയർ, ബോയൻസി ആൻഡ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇവിടെ ഇത് മൂന്നും എന്താണ്? ഈക്വലാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലായത്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻസ് നോക്കാം അത് ബേസ് ചെയ്തിട്ടുള്ള. അനലൈസ് ദ ടേബിൾ 1.6. ഫൈൻഡ് ഔട്ട് ദ ഇന്നർ റിലേഷൻഷിപ്പ് ഓഫ് വെയിറ്റ് ഓഫ് ദ ബോഡി, ബോയൻസി ആൻഡ് വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് 3 എണ്ണം? വെയിറ്റ് ഇൻ എയർ, സെക്കൻഡ് വൺ ബോയൻസി, തേർഡ് വൺ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇത് മൂന്നും തമ്മിൽ എന്തൊരു റിലേഷനാണ് ഉള്ളത്, എന്താണ് ബന്ധം ഉള്ളതെന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് മനസ്സിലായി, ഇത് മൂന്നും സെയിമാണ്. ദീസ് ആർ ഈക്വൽ. എല്ലാത്തിൻ്റെയും വാല്യൂ സെയിം ആണ്. ഈ വാല്യൂസ് എന്താണ്? ഈക്വൽ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. ഓക്കെ, എല്ലാവർക്കും സംശയമില്ലല്ലോ? യെസ്. അപ്പം റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻ വെൻ എ ബോഡി വിൽ ഫ്ലോട്ട് ഓൺ എ ലിക്വിഡ്. അപ്പം ഈ മരക്കഷ്ണം ആ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയായിരിക്കും. അങ്ങനെ പൊങ്ങിക്കിടക്കണമെങ്കിൽ എന്താണ് സാഹചര്യം ഉണ്ടാവേണ്ടത്, ഏത് സിറ്റുവേഷനാണ് ഉണ്ടാകേണ്ടത്, ഇത് നമുക്ക് മനസ്സിലായല്ലോ. വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അതായത് ഒരു ഫ്ലോ ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ വെയിറ്റ് എന്തിന്? അത് ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ, ലിക്വിഡിൻ്റെ, ആ ഏത് ഫ്ലൂയിഡിലാണോ നമ്മൾ അതിന് ഇട്ടിട്ട് അത് ഡിസ്പ്ലേസ് ചെയ്ത് എത്ര ഫ്ലൂയിഡാണോ ഉള്ളത് അതിന് ഈക്വലായാൽ, അതായത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റും വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡും ഈക്വലായാൽ ആ വസ്തു ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം എന്താണ് ഫ്ലോട്ടേഷൻ എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഈ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൻ്റെ വെയിറ്റ് അത് നമ്മളൊരു ഫ്ലൂയിഡിലിട്ടപ്പം എത്ര ഫ്ലൂയിഡാണോ ഡിസ്പ്ലേസ് ചെയ്തത് ആ ഡിസ്പ്ലേസ് ചെയ്ത ഫ്ലൂയിഡിൻ്റെ വെയിറ്റിന് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ വസ്തു, ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം? ഫ്ലോട്ട് ചെയ്യണം. റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻ വെൻ എ ബോഡി വിൽ ഫ്ലോട്ട് ഓൺ എ ലിക്വിഡ്. ഒരു ലിക്വിഡ് അല്ലെ ഫ്ലൂയിഡിൻ്റെ മുകളിൽ ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ, പൊങ്ങിക്കിടക്കണമെങ്കിൽ എന്തായിരിക്കണം? വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഓക്കെ ആയല്ലോ? ഇത്രയേ ഉള്ളൂ സംഭവം. റെഡി. ഇനി നമുക്ക് ഒരു അസൈൻമെൻറ്റ് ഇതിൽ തന്നിട്ടുണ്ട്. വൈ ഡസ് അലൂമിനിയം ഫോയിൽ വെസൽസ് ഫ്ലോട്ട് ആൻഡ് ദ ഫോൾഡഡ് ഫോയിൽ സിങ്ക്? അതായത് ഒരു അലൂമിനിയം ഫോയിൽ എടുത്താൽ അത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും,
എന്നാലോ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് താണു പോകും, സിങ്ക് ചെയ്തു പോകും. എന്താണ് കാരണം? ഇതാണ് നമ്മുടെ ഹോംവർക്ക്. അപ്പം ഈ ഹോംവർക്ക് എല്ലാവരും ചെയ്യുക. ഈ വീഡിയോ 1-2 പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, താങ്ക് യു.